ഈ ഞങ്ങളൊരു 5-5:30 അരി ഇടും, പുകയിടും. അത് വെളുക്കുന്നിടം വരെ കാണും, നിന്ന് കത്തിക്കൊണ്ടിരിക്കും. അരി ഇങ്ങനെ കത്തിക്കൊണ്ട് കിടക്കും. ചവർവടിയേ ഉള്ളു കൂടുതൽ ഇവിടെ പറയും, അല്ലെങ്കിൽ വട്ട പറക്കണം. ആന ഇങ്ങനെ വന്ന് തീ കാണുമ്പോ സൈനോട് ഇറങ്ങി പോലെ തീ കാണാൻ എവിടേക്കും ആന ഇവിടെ ആദ്യമായിട്ട് ആന തീ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നോളൂ. അവിടെ നിന്ന് വലിച്ചുറച്ചൊക്കെ തിന്നു. ശരി, ഇങ്ങോട്ട് എടുക്കത്തില്ല, ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കില്ല, ഞങ്ങൾ ഏറ്റവും ഇവിടെ ഇരിക്കുമല്ലോ. ഈ രാത്രി ഉറക്കമില്ല, രാത്രിയാണ് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ വാതിലൊക്കെ ഇല്ല, നമ്മൾ രാത്രി എങ്ങനെ കിടക്കും? വാതില് ഉണ്ടാ അത് തന്നെ ചെറ്റ. ഈ കിടക്കുന്ന ഭാവം ഇതുമാണ് നമ്മുടെ സ്ഥലം, അത്രേ ഉള്ളു, പാചകമല്ല ഇതിനകത്ത്. ഇങ്ങനെ നടന്നെങ്കിൽ ഏറെ എളുപ്പമല്ല. ഇത് ആന വരുന്ന വഴിയാണോ? ഇത് ആന ആൾക്കാർ കുളിക്കാൻ വരുന്ന വഴിയാ. ഇതിനകത്ത് ആന കയറി വീട്ടിലോട്ട് പോകുന്നത്. നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർക്ക് എല്ലാവരും നടക്കാൻ വഴിയാവും. ഒരു വഴിയാവും. അല്ലല്ലേ ആന റോഡ് ഇട്ടേക്കുന്ന കണ്ടില്ല. ഇവിടെ ആനപ്പിണ്ടം ഉണ്ടല്ലോ. പിന്നെ ആന വീട്ടിൽ വന്നാൽ നേരെ കയറത്തില്ലേ? നേരെ റോഡിൽ കൂടെ വന്നാണ്ട് ഇതിലൂടെ നേരെ വരുന്നതാ. നമ്മുടെ ഇതിനകത്ത് വല്ല ആക്രമണം നടത്തിയിട്ടുണ്ടോ? ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാം ഓടിച്ചങ്ങ് വിടും. തീയിടുമ്പോ അങ്ങ് ഓടുമല്ലേ വെള്ളം ഉണ്ടാക്കുമ്പോ? വെള്ളം ഉണ്ടാക്കി കൊറേ സമയമൊക്കെ ഞങ്ങളിടത്ത് നിൽക്കും, ഉന്തിയും തള്ളിയൊക്കെ. ആന വരുന്ന ഇതുവഴിയല്ലേ? ഇതുവഴിയും വരാണ്ട് ഇതുവഴി വരും. ഇത് ഏത് ഫോറസ്റ്റ് റേഞ്ചിൽ ചെന്ന് കയറും? ഇത് നമ്മുടെ ഡിപ്പോ ഇവിടെ കരിയൊക്കെ തരിയെ കൊണ്ടിട്ടേക്കുന്നേ ഡിപ്പോ അവിടെ ചെന്ന് കയറും. അത് ആര്യങ്കാവ് ഭാഗമാണോ? രണ്ടും കൂടെ മിക്സിങ് അല്ലേ? ഇങ്ങനെ തീയിട്ടേ പറ്റൂ, എല്ലാ ദിവസവും തീയിട്ടേ പറ്റൂ. അല്ല കിടക്കാൻ ഒരു രക്ഷയില്ല. എന്റെ പേര് പരശുരാമൻ. കാലങ്ങൾ കൊണ്ട് ഇവിടെ കിടക്കുക. മരം മുറിച്ച് മാറ്റത്തുമില്ല, സ്ഥലങ്ങളൊന്നും കൊടുക്കത്തില്ല. ഈ മരം, ഈ റബ്ബർ മരങ്ങള് ഏതിന് പ്ലാന്റേഷന്റെ ആണോ? ഒരു റബ്ബർ റോഡുകാർ വെച്ചാ. റബ്ബർ റോഡുകാരന്റെ. ഇതിപ്പോ വെട്ടുന്നുണ്ടോ? മരയാണ്ട് കുത്തിപ്പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അവരെടുക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളാ എടുക്കുന്നത്. നാട്ടുകാർ മാത്രം. അവര് 7 വർഷം കണ്ട് വെട്ടി ചെയ്തു. വെട്ടി അവര് അത് എടുത്തിട്ട് ബാക്കി ഇവിടെ കൊടുത്തിട്ട് പോയതാണ്. ആര്യങ്കാവ് അച്ചൻകോവിൽ 1-ാം വാർഡ് ഇജ്ജൻകോവിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മളിപ്പോ ഈ വർഷങ്ങളായിട്ട് നമ്മളിവിടെ താമസിച്ചിട്ടേ നമ്മൾ ഈ വീടൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും. വീട് ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. വീടിന് അവര് ഒന്നും അയച്ചു തരുന്നില്ല. ഈ വർഷം അപേക്ഷ കൊടുത്തു, 2 പ്രാവശ്യം അപേക്ഷ കൊടുത്തു, ഒന്നും ആയിട്ടില്ല. നമ്മൾ ഈ മുള കൊണ്ടുള്ള വീട് മാത്രമാണ് ഇവിടെ എല്ലാവരും കുടിവീടുമാണ്. മുളയും ആണ്ട് പ്ലാസ്റ്റിക്കേ ഉള്ളൂ. അല്ലാതെ പിന്നെ വീട് കാണുന്ന വീടുകളല്ല, ഒരുപാട് വീട്. എത്ര വീടുണ്ട് മൊത്തത്തിൽ? പ്ലാസ്റ്റിക് ഇട്ട വീട് ഇപ്പൊ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം വീടുകളായിട്ടുണ്ട്. എന്നാലും നമുക്ക് വെള്ളമില്ല, കറണ്ടില്ല. വെള്ളം എനിക്ക് പിന്നെ കിണർ കുടിച്ചോണ്ട് ഇവിടെ കിണറുണ്ട്. കറണ്ടില്ല. നമ്മൾ എങ്ങനെ രാത്രി കഴിയുന്നത്? കറണ്ടില്ല. നമ്മള് പിന്നെ എല്ലാം മണ്ണെണ്ണ കത്തിച്ചോണ്ടാ കിടക്കുന്ന, ലൈറ്റ് ടോർച്ച് ലൈറ്റ് കത്തിച്ചോണ്ടാ കിടക്കുന്നത്. എത്ര വർഷമായിട്ട് കറണ്ടില്ല? കറണ്ടില്ല എന്ന് പറഞ്ഞത് ജനതാളോട്ട് കിടക്കില്ലേ, അതുകൊണ്ട് അവിടെ വരെ കറണ്ട് ഇട്ടുള്ളൂ. എത്ര വയസ്സുണ്ടാണ്? അന്നോട്ട് കറണ്ടില്ല? ഇല്ല. ഇവിടെ തന്നെ സ്ഥിരം താമസം ഇവിടെ തന്നെ. വൈഫും മക്കളും എല്ലാരും ഇവിടെ താമസിക്കുന്നത്. ഇപ്പൊ അവരൊക്കെ വേറെ വീട് വെച്ച് പോയി. പെണ്ണൊക്കെ കെട്ടി കുടിയോട്ടുമല്ലൊക്കെയാ. ചുറ്റും എല്ലാം ഒരുപാട് വീടുകൾ. ഇതൊക്കെ മറ്റേതൊക്കെ ഞങ്ങളുടെ വീടാണ് അല്ലയോ ഈ കാണുന്നത്? അത് ഞങ്ങളുടെ പെങ്ങടൊക്കെ വീട്, അളിയന്റെ ഒക്കെ വീടാ. എല്ലാരും ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇവിടെ 2-3 വീട് അങ്ങനെ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നവർക്ക് പിന്നെ അച്ചൻകോവിൽ വീട് പണിയുന്നുണ്ട്. സ്ഥലം മേടിച്ചു കൊടുത്ത് പോലീസിന്റെ ഭാഗത്തൊക്കെ അവിടെ കുറെ എണ്ണത്തിന് അവിടെ വീട് കൊടുക്കുന്നുണ്ട്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ വനയാത്രകളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ ആര്യങ്കാവ് 1-ാം വാർഡിലെ ഗിരിജൻ കോളനിയിലാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വാർത്ത 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത തന്നിരുന്നു. അതിന്റെ പിന്നീടുള്ള വാർത്തയാണ്. കാരണം ഒരു പരമ്പരയാണ്. ഇവിടെ കാണുന്ന നമ്മുടെ ബാലൻചേട്ടനും ഉഷച്ചേച്ചിയുമാണ്. ഇവിടെ ഉന്നതിയിലെ ഒരു വീടാണ് കാണുന്നത്. അവര് എന്നാണ് ജനിച്ചത് അന്നു മുതൽ ഈ വീട്ടിലാണ് കിടക്കുന്നത്. ഈ വീട് അല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ഓരോ പ്രാവശ്യവും ഇങ്ങനെ മഴയും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ തകർന്ന് മാറി മാറി വീട് വെക്കും. അങ്ങനെ വെച്ച ഈ മുള കൊണ്ടുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ശബരിമല വനപ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ ഇവർക്കുള്ള വോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം ഇവർക്ക് റേഷൻ കാർഡിൽ നമ്മളുടെ വീടിന്റെ നമ്പറില്ല, വീട്ടുപേരില്ല, ഒന്നുമില്ല. ഇങ്ങനെയും ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്തിലാണ് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതൊക്കെ ഉദ്യോഗസ്ഥര് വന്ന് തിരക്കി അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ആരും ഒന്നും ചെയ്യുന്നില്ല. വോട്ട് മേടിക്കുക, പോവുക. ഇവർ ആന വരാതിരിക്കാൻ വീടിന്റെ ചുറ്റും, ഞാനിപ്പോ നിൽക്കുന്നതിന്റെ ഫ്രണ്ട് തീയിട്ടിട്ടുണ്ട്. ഇനി വൈകുന്നേരമായി. ഇനി അടുത്ത സ്ഥലത്തെല്ലാം തീയിടും. കാട്ടാനകൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അപ്പൊ റബ്ബർ ബോർഡിന്റെ പഴയ പ്ലാന്റേഷൻ റബ്ബറാണ് കിടക്കുന്നത്. അവര് മരങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ടൊന്നും വെട്ടിയിട്ടില്ല. ഇത് വെട്ടാത്തത് കൊണ്ട് മൊത്തം നിബിഡ വനപ്രദേശം പോലെയാണ് കിടക്കുന്നത്. ഇതുപോലെ ഒത്തിരി ദുരിതക്കാഴ്ചകളുണ്ട്. വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധികാരികൾ ശ്രദ്ധിക്കുക മാത്രമല്ല, ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. വീടില്ല. ഇതുപോലെ കുറെ ആൾക്കാർ ഇവിടെ വീടില്ലാത്ത വനത്തിലുള്ള ടാർപ്പുകൾ കെട്ടിയുള്ള വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, കൊല്ലം ജില്ലയിലാണ് അച്ചൻകോവിൽ ആര്യങ്കാവ് 1-ാം വാർഡ് ഗിരിജൻ കോളനിയാണ്. എല്ലാവരും മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന അധികാരികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും കുറെ കാഴ്ചകളുണ്ട്, അതുകൂടി കാണിച്ചു തരാം. പാനൽ വരുന്നുണ്ടോ? ഫോറസ്റ്റോ സർക്കാരോ കാണും?
ഇല്ല നമ്മുടെ ഇവിടെ തന്നു കൃഷി ചെയ്തവന് തന്നു എഴുതി കൊടുത്ത് കൃഷി ചെയ്തവന് തന്നു അവിടെ 180 മീറ്റർ കൃഷിയുടെ ചുറ്റിനും ചുറ്റുവിടാനായിട്ട് വേണ്ടി മാത്രം, അല്ലാതൊന്നുമില്ല. നമ്മള് നല്ല മഴക്കാലം ആകുമ്പോ വെള്ളം ഇറങ്ങുമോ? ഇനി മേടിച്ച് ഇടണം. മഴക്കാലം ആകുമ്പോൾ ടാർപ്പ മേടിച്ചിടും. നമ്മള് തന്നെ കാശ് മുടക്കി. ഈ വാതിലൊക്കെ ഇല്ല, നമ്മള് രാത്രി എങ്ങനെ കിടക്കും? വാതില് കൊണ്ട അത് തന്നെ ചെറ്റ ഇതിനകത്ത് എന്തേലും വന്ന് തട്ടിയ അപ്പോഴെപ്പോഴും വീഴത്തില്ലേ? അതൊക്കെ മറിഞ്ഞു വീഴും. പിന്നെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മള് കിടക്കുന്നില്ലേ? അത്രേ ഉള്ളു ദൈവത്തിന്റെ. നമ്മുടെ പേരെന്തുവാ? ഉഷ. ഉഷ. വലിയ പണി വല്ലതും ഉണ്ടോ? അതോ ഇവിടുത്തെ? എനിക്ക് പണിയാനും നോക്കത്തില്ല, അറ്റാക്കിന്റെ. ഓ അത് ശരിയാ. ഇത് ഈ കിടക്കുന്ന ഭാവം ഇതുമാണ് നമ്മുടെ സ്ഥലം, അത്രേ ഉള്ളു. പാചകമല്ല ഇതിനകത്ത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ വെച്ച് കെട്ടിയ സാധനം. ഞങ്ങള് സ്വന്തമായിട്ട് വെച്ച് കെട്ടിയതാ. ഗ്യാസും ഒന്നുമില്ല. എന്ത് മഴക്കാലമൊക്കെ ആകുമ്പോ വിറവ് കിട്ടുമെങ്കിൽ തന്നെ നമുക്ക് ഇച്ചിരി വിറക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാടല്ലയോ? പാടാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പ്രാവശ്യം ഓട്ടിട്ടോ? എനിക്ക് ഓട്ട് പുനലൂരാ പോയിട്ടായിരുന്നോ? സുബാല്. അപ്പൊ വോട്ട് ഒക്കെ ഇട്ട് എല്ലാം ഇട്ട്. അപ്പൊ ഇവിടുത്തെ അണ്ണൻ ഇവിടെ വോട്ടായിരുന്നു അല്ലയോ? അപ്പൊ ഈ മെമ്പർ എന്തോ പറയുന്നത് ഇപ്പോഴത്തെ? മെമ്പർ എന്താ പറയാനാ, അവരൊന്ന് വോട്ട് കഴിഞ്ഞാൽ ഇതുവരെയും കണ്ടിട്ടില്ല, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. തിരക്കി പോയി കാണണം, അവരെ വീട്ടുകളിലെല്ലാം കണ്ടു. ഇവിടെ അടുത്താണോ? അച്ചൻകോവില്. പാമ്പൊക്കെ വരുന്നുണ്ടോ? എല്ലാം വരും. രാജഗോപാലെ പിടിച്ചല്ലയോ? രാജഗോപാലെ പിടിച്ച്. കൃഷി എനിക്ക് മാത്രമേ ഉള്ളൂ. താഴെ വല്ലതും കിട്ടും കൃഷി ചെയ്താ? വാഴക്കൊടിയൊക്കെ കിട്ടും. ഫെൻസിങ് ഉണ്ടോ? ഓ ശരി. അതിന് സോളാർ ഇട്ടിട്ടുണ്ട്. ചെറിയ ഇവിടെ നിന്ന് കിട്ടിയ ഇവിടെ ട്രൈബരിന്ന്. ഓ കുറച്ചല്ലേ കിട്ടും? അത് 150 മീറ്റർ മാത്രം. അതിനകത്തുള്ള എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഇവിടുന്ന് ഈ ആനകളൊക്കെ നടന്നു കയറി ഇങ്ങനെ അങ്ങ് അപ്പുറത്ത് പോവില്ലയോ? ആന ഇപ്പുറത്തോടെ ഞങ്ങൾ കടത്തി കൊടുത്തത്. ഞങ്ങൾ ഇവിടെ സൈഡിൽ ഞങ്ങൾ താമസിക്കും. വെള്ളം ഉണ്ടാക്കും. ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ആന അങ്ങ് പോകും, മെയിൻ റോഡിലൊക്കെ പോകും. ഇതിലേക്ക് ഇറങ്ങുമോ? ഇതിന് മേളിൽ നിന്ന് ഇറങ്ങത്തില്ല, വെള്ളം ആൾക്കാരാ. ഇവിടെ ഫോറസ്റ്റ് ഏരിയക്ക് ഇവിടെ നിന്നാ വരുന്നേ. അതുകൊണ്ട് തീ ഇടും നമ്മളല്ലയോ? 2 ആഴിയൊക്കെ ഇട്ട് താമസിച്ച് ഇരിക്കില്ലയോ? ഈ റബ്ബർ ബോർഡിന്റെ സാധനം മൊത്തം ഇങ്ങനെ കിടക്കുക, അതുകൊണ്ട് വനമായി. അവര് മരം വെട്ടാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയതല്ലയോ? ഇനിയിപ്പോ ഇത് മുറിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കും. ഈ മരം മുറിക്കാത്തത് കൊണ്ട് വെട്ടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കാടുമായി, മൃഗങ്ങൾക്ക് വരാനും പോകാനുള്ള സ്ഥലമായി. മ്ലാവും പന്നിയെല്ലാം അതിന്റെ അകത്ത് കിടക്കില്ലേ? മോളി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നല്ല ഇഷ്ടമല്ല. മേളിലെല്ലാം വീടുള്ള താമസക്കാരെ നമ്മളോട്ട്. ഇങ്ങനെ ചുറ്റിനും തീയിട്ടാലേ നമുക്ക് രക്ഷയുള്ളൂ. അതേ ഉള്ളു. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയും വിറക് എല്ലാ ദിവസവും വേണം അല്ലേ? വിറക് വേണം. രാത്രി ആന ഇവിടെ വന്ന് തട്ടി വിളിക്കുകയും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അവിടെ വരുമ്പോഴേ അറിയാം. തീയിടുമ്പോ അറിയാം. തീയിടുമ്പോ അറിയാം. ഇപ്പോഴായി ഭയങ്കര സജ്ജമായിട്ട് ഈ ആനകളൊക്കെ ഇങ്ങോട്ടുള്ള വരവ് ഇപ്പൊ അടുത്ത സമയത്താണ് തുടങ്ങിയത്. പിന്നെ ഇത് നല്ല തീ പിടിക്കാതെ കിടന്നു കഴിയുമ്പോ തീറ്റകളൊന്നും ഇല്ല, എല്ലാം അതിന് ആകാരം ഇല്ല, കരിഞ്ഞു പോവാ. കരിഞ്ഞ് ഇതുപോലെ കിടക്കുക. ഈ കരിയില ചാമ്പലായിട്ട് അതിൽ നിന്ന് മഴവെള്ളം വീണ് പുതിയ നാമ്പ് പൊട്ടി കിളിച്ചെങ്കിൽ മാത്രമേ തളുത്ത് വരുന്നത് മാത്രമേ പുല്ലും മറ്റുള്ള ചെടികളും ഒക്കെ ഉണ്ടാവും. ഇത് കരിയിലയുടെ കടി കിടക്കുന്നുണ്ട്, ഒരു വിത്ത് പോലും മുളയ്ക്കത്തില്ല. കാട്ടുതീ വീഴാത്തത് കൊണ്ടാണ് നമുക്ക് ഈ മൃഗങ്ങളൊക്കെ കൂടുതൽ അങ്ങനെ ഇറങ്ങുന്ന. തിന്നാനോ തീറ്റയില്ല. ഇവിടെയൊക്കെ നമ്മുടെ ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ വന്ന് അതാണ് ചക്കയും ഇതൊക്കെ എടുക്കുന്നത്. പുലിയുണ്ട്. നമുക്ക് ശല്യമല്ലോ. പട്ടിയൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ കൊണ്ടുപോകുന്ന മേളില് ഇവിടുത്തെ പട്ടിയെല്ലാം പുലി എടുത്തോണ്ട് പോകുന്ന ഒരുപാട് പട്ടിയെ കൊണ്ടുപോയില്ലേ? ആടനെ പിടിച്ച പുലികളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കയറി വരും. ചെറുതാ വലുത് ഭയങ്കര ആനയുടെ കാട്ടി. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടെ നടന്നു വരും. നടന്നു വന്നിട്ട് ഇതിലെ കയറി വരും. ഞങ്ങളതിനെ ഓടി ഞങ്ങളെല്ലാം അങ്ങനെ ഇരിക്കും. അങ്ങനെ കയറിയാണ് നമ്മുടെ കോളേജ് ഭാഗത്ത് വരുന്നത്. ഫോറസ്റ്റുകാരൊക്കെ കാണും, ഇങ്ങോട്ടുള്ള അച്ഛന്മാരെല്ലാം കാണും. ഇവരെല്ലാം എല്ലാം കൂടെ ഓടുക ഇവിടെ നിന്ന് ആന ഓടിച്ചിട്ട്. ആന പോകത്തില്ലല്ലോ, ആന തിരിഞ്ഞ് നിൽക്കത്തേ ഉള്ളു. വെളുക്കുന്നിട്ട് 5, 5:30, 6 മണി വരെ കാണും സാറന്മാരൊക്കെ. നേരം വെളുക്കുന്നവരെ നിൽക്കുവോ? പിന്നെ നിന്ന് തീറ്റി നിന്നോണ്ട് നിൽക്കുക. അവിടെ പോകത്തില്ല, ഓടിച്ചാൽ പോകത്തില്ല. പടലിൽ കയറി മറഞ്ഞു നിന്നോളാം. അത് നമ്മളെ ഓടിക്കാൻ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവിടെ എന്തിനെ വിരട്ടിയാലും പോകത്തില്ല. അത് ഏത് രീതിക്ക് വിരട്ടിയാലും പോകത്തില്ല. ഞങ്ങൾ 10-30 പേരൊക്കെ കാണും ഇതിന്റെ പുറകെ നടക്കുന്നത്. എല്ലാ ദിവസവും രാത്രി ആളുണ്ട്. ആള് പിള്ളേരെല്ലാം കൂടെ പിന്നെ വിളിച്ചു പറഞ്ഞാൽ ജോലിയാണ് നമ്മുടെ. നമുക്കൊരു ജോലിയാ. അക്കരെ വാലിന്റെ വീടിന്റെ അവിടെ എല്ലാം പോകുന്ന ആന. ഈ ഭാഗത്ത് മൊത്തം ആന ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കോളേജ് മൊത്തം നടക്കുമത്. ഇങ്ങോട്ട് ഈ മേളത്തെ സൈഡ് മാത്രം പോകത്തില്ല. ആളുകൾക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. ആരും ചെന്ന് പെടുന്നില്ല. ആരും ചെന്ന് പെടത്തില്ല. അതുകൊണ്ടാ
ആ ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ റബ്ബറിന്റെ അടുത്ത് വരുന്ന മാത്രമേ ഓടിക്കാവും, കാട്ടിക്കറി ഓടിക്കാൻ പോലെ തിരിഞ്ഞ് ഓടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരത്തില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഓടിക്കും. ആന ഇങ്ങനെ നടന്നെങ്കിൽ ഏറെ എളുപ്പമല്ല. ഇത് ആന വരുന്ന വഴിയാണോ? ഇത് ആന ആൾക്കാർ കുളിക്കാൻ വരുന്ന വഴിയാ, ഇതിനകത്ത് ആന കയറി വീട്ടിലോട്ട് പോകുന്നത്. ആന വഴിയാക്കിയത്? ആന വഴിയാക്കി ഒരു ഭാഗത്തൊക്കെ പോകുന്നത് ആന ഇങ്ങനെ കയറി ആ ഷെട്ടിന്റെ ആ വീടിന്റെ അവിടെ ഒക്കെ പോകും. അല്ലെങ്കിൽ ആന കൂടി ഇട്ടേക്കുന്ന കണ്ടില്ല, ഇവിടെ ആനപ്പിണ്ടം ഉണ്ടല്ലേ? പിന്നെ ഇതെല്ലാം ആന കൂടി ഇട്ടേക്കുവാ. ഈ പൂവ് തിന്നു ആന ഇല്ലേ? ഇത് ആനക്ക് ഇഷ്ടമുള്ള സാധനമാണോ? ആനക്ക് ഇവിടെ വന്നെങ്കിൽ ഇവിടെ ഇത്തിരി തീറ്റ ഇത്രേ ഉള്ളൂ. ഇതുപോലെ കിടന്നെങ്കിൽ ഇവിടെ ആനക്ക് തീറ്റ ഉള്ളത്. ഈ പച്ചക്കാട്ടിന്റെ അടുത്ത് വളർന്ന ചതുപ്പിന്റെ അടുത്ത് വന്നെങ്കിൽ തീറ്റയില്ലല്ലോ. തീറ്റയില്ല, അടിക്കാടില്ല, അടിക്കാടെല്ലാം ഉണങ്ങി കരിഞ്ഞു പോയിക്കോ. ഈ പ്ലാന്റേഷൻ ഇതുപോലെ കിടന്ന ആനയ്ക്ക് ഇവിടെ തീറ്റ ഉണ്ട്. അതുകൊണ്ട് ഈ പച്ചക്കാട്ടിന്റെ അടുത്തോട്ട് ഇറങ്ങി വരുന്നത്, ആളുകൾ വസിക്കുന്ന സ്ഥലത്തോട്ട് വരുന്നത്. ഈ തൈത്താക്കാണെങ്കിൽ തൈത്താക്കെല്ലാം പിന്നെ തള്ളിയിട്ട് അതിന്റെ തൊലിയെല്ലാം ഉരുത്തങ്ങ് തിന്നും, കമ്പെല്ലാം ഓടിച്ച്. റോഡ് സൈഡിൽ റബ്ബർ തള്ളിയിട്ട് തൈ റബ്ബർ തള്ളുന്നതാണ്. താഴോട്ടൊക്കെ പോകുമ്പോ കുഴപ്പം താഴെയൊക്കെ റബ്ബർ പൊളിച്ചിട്ട് തേക്ക് പൊടിച്ച് തിന്നേക്കുന്ന കണ്ടില്ലേ, കമ്പൊക്കെ ചവച്ച് പിന്നെ അതിന് നല്ല മധുരമായി കമ്പനികളും ടേസ്റ്റ് ഉണ്ട്. ഇതുവഴി ഇറങ്ങി വരും, അവരുടെ സഞ്ചാരപാത. ആന വരുന്നത് രാത്രി വന്ന് നിൽക്കുമല്ലയോ? രാത്രി ഇവിടെ വരുന്ന ആരും വന്നാ പെട്ടു. പിന്നെ അങ്ങനെ ആരും വരത്തില്ല, പേടിയാ. ഞങ്ങൾ പിന്നെ ആന കൂടി സാറന്മാരൊക്കെ കൂടെ പുറക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആന അതിലെ വരുമ്പോ ഞങ്ങൾ എല്ലാം കൂടി ഇതിലേ വരും, ഇതിലെ വന്ന് ഓടിക്കാം. അവര് നേരത്തെ പേര് വരും, അവര് വന്നെങ്കിലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് റേഞ്ച് അല്ലയോ? ഈ പ്ലാന്റേഷൻ അങ്ങോട്ട് കിടക്കും. ആര്യങ്കാവ് ഉന്നതിയിലെ കാഴ്ചകളാണ് കണ്ടത്. അച്ചൻകോവിൽ ആര്യങ്കാവ് 1-ാം വാർഡ്. അവിടെ ബാലചേട്ടന്റെ വീടൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ ഒരുപാട് വീടുകളുണ്ട്. ഒരു വീട് കാണിക്കുമ്പോൾ തന്നെ മറ്റുള്ള വീടുകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, അധികാരികൾ. കാരണം ഇങ്ങനെ ഉന്നതികളിൽ ഒരുപാട് പേര് വളരെ ദുരിതം അനുഭവിക്കുന്നു. കാരണം നമ്മൾ ഈ കാലത്ത് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിൽ ഒരു വീട് പോലും ഇല്ല. അതുകൂടാതെ തന്നെ വെട്ടവും വെളിച്ചവുമില്ല. രാത്രി കാലത്ത് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു മണ്ണെണ്ണയും കിട്ടാനില്ല. അതുകൂടാതെ തന്നെ വീടിന് ചുറ്റും 5-6 വിറകിന്റെ ആഴികളിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി എല്ലാവരുടെയും കാഴ്ചകളിലേക്കും വിരൽത്തുമ്പിലേക്കും എത്തിക്കുകയാണ്. ഇവർക്കൊരു നീതി കിട്ടണം. അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ ഒരു വീടൊക്കെ കിട്ടാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ഇനിയും നമ്മുടെ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയുമായി വീണ്ടും എത്താം.